എസ് വേണുഗോപാൽ വ്യക്തിപരമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മഞ്ജുഷ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം CPM ഇത്തവണ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിന്റെ കാരണം പറഞ്ഞു തുടങ്ങിയപ്പം ഗോതമാഷ് പതുക്കെ വീണ്ടും സന്ദേശത്തിലെ കുമാരപിള്ള സാറായി. ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ പിന്നെ നമുക്ക് ദഹിക്കാത്തതായി മാറി. ഈ വ്യാഖ്യാനം നടത്തരുത്, അത് അവസാനിപ്പിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ആദ്യമേ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പിന്നെന്ന് പറഞ്ഞിരിക്കുന്നത് BJP UDF ഡീൽ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത്, ശരിക്കും ഇലക്ഷന്റെ ഈ റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? CPM അണികളും UDFും തമ്മിലൊരു ഡീൽ ഉണ്ടായി എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഈ കണ്ണൂര് തന്നെ നമ്മൾ അറിഞ്ഞു, തളിപ്പറമ്പ്, പയ്യന്നൂർ, എന്തിന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് പോലും പാർട്ടി മൂക്കിട്ട് ഷാ എഴുതുന്ന അവസ്ഥ വന്നില്ലേ? വൻ പരാജയം തളിപ്പറമ്പിലുണ്ടായില്ലേ? അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ പരാജയം എന്ത് വലുതാണ്? അപ്പൊ ഈ പരാജയങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? CPM അണികൾ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ടാണ്. അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിരുന്ന, ഇന്നലെ വരെ വോട്ട് ചെയ്തിരുന്ന പലരും ഇന്ന് കൈപ്പത്തിയിൽ പോയി വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോ അന്തർധാര ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? CPM അണികളും UDFും തമ്മിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിശകലനത്തിൽ വലിയ അപഘാതം വന്നിട്ടുണ്ട്. ഈ വിശകലനത്തിന് ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ജനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 വലിയ പരാജയങ്ങൾ നടന്ന സീറ്റുകൾ നോക്കിയാൽ മതി. അമ്പലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? അമ്പലപ്പുഴ എന്ന് പറയുന്നത് മറ്റൊരു ധർമ്മടമാണ്, തെക്കേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ശ്രീ G സുധാകരൻ 25,000-ന് മേൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ദയവായി മനസ്സിലാക്കണം. അവിടുത്തെ ജനങ്ങൾ, അദ്ദേഹം എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് വാഴുന്ന ഒരു സംവിധാനം ഇവിടെ നിൽക്കുന്നു, ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് നമ്മളെ ഏറ്റവും കുഴപ്പത്തിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ ഇലക്ഷൻ നിന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്.